കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിൽ യോഗം അലങ്കോലമാക്കി UDF. താൽക്കാലിക ശുചീകരണ തൊഴിലാളികളെ നിയമിച്ചത് ചോദ്യം ചെയ്താണ് UDF പ്രശ്നം സൃഷ്ടിച്ചത്. മേയറുടെ മുഖം മറച്ച് ഫ്ലെക്സ് ബോർഡ് ഉയർത്തിയത് LDF അംഗങ്ങൾ തടഞ്ഞു. താൽക്കാലിക ശുചീകരണ തൊഴിലാളികളെ നിയമിക്കാനുള്ള അജണ്ട ചർച്ചയ്ക്കെടുത്തതോടെയാണ് അസാധാരണ പ്രതിഷേധവുമായി UDF കൗൺസിലർമാർ രംഗത്ത് വന്നത്. മേയറുടെ മുഖം മറച്ച് ഫ്ലെക്സ് ബോർഡ് ഉയർത്തിയായിരുന്നു പ്രതിഷേധം. ഇത് ചോദ്യം ചെയ്ത് LDF അംഗങ്ങൾ എത്തിയതോടെ ഉന്തും തള്ളുമായി. 145, 146, 147, 148, 149, 150, 151, 152, 153, 154. രണ്ട് ഘട്ടങ്ങളിലായി 235 താൽക്കാലിക ശുചീകരണ തൊഴിലാളികളെ നിയമിക്കാനാണ് തീരുമാനം. ഫിസിക്കൽ ടെസ്റ്റ് കൂടി നടത്തിയാണ് തൊഴിലാളികളെ നിയമിക്കുന്നതെന്ന് ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദ് പറഞ്ഞു. ഇത്രയും സുതാര്യമായി ഇൻ്റർവ്യൂ ബോർഡ് രൂപീകരിച്ചു, ഇൻ്റർവ്യൂ കൃത്യമായി നടത്തി, ഫിസിക്കൽ ടെസ്റ്റ് കൂടി നടത്തിയിട്ടാണ് നിയമനം നടക്കുന്നത്. നേരത്തെ ഫിസിക്കൽ ടെസ്റ്റ് നടത്താറില്ല. കണ്ടിജൻ്റ് ജീവനക്കാരുടെ ആദ്യഘട്ട നിയമനം നടന്നപ്പോൾ ഫിസിക്കൽ ടെസ്റ്റിലെ റാങ്ക് ഉൾപ്പെടെ എടുത്തിട്ടാണ്. ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ച സംസ്ഥാന സർക്കാരിനെ അഭിനന്ദിച്ച് LDF കൗൺസിലർ കൊണ്ടുവന്ന ശ്രദ്ധ ക്ഷണിക്കലും വാക്പോരിനിടയാക്കി. UDF പ്രതിഷേധത്തിൽ 268 അജണ്ടകളും പാസാക്കി കൗൺസിൽ പിരിഞ്ഞു. കൈരളി ന്യൂസ്, കോഴിക്കോട്. കൗൺസിൽ നടപടികൾ അവസാനിച്ചിട്ടുണ്ട്.